കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. 2024 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ച നർത്തകി ചിത്ര വിശ്വേശ്വരൻ. ONV കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപി നാരായണൻ രചിച്ച കൃതി കാവ്യസൂര്യൻ്റെ യാത്ര. ഇന്ത്യക്കും മാലിദ്വീപിനുമിടയിൽ ലക്ഷദ്വീപ് മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവികത്താവളം INS ജഡായു. അടുത്തിടെ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ബ്യൂബോണിക് പ്ലേഗ്. സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് കൊടിക്കുന്നിൽ സുരേഷ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമായ ബാബ്സ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത് അബുദാബി. അനിൽ കുംബ്ലെയ്ക്കു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ. പുതുതലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ തീരദേശ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ലഹരി വിമുക്ത തീരം. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് 2024 ലഭിച്ച മലയാളി ചെറുവയൽ രാമൻ. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ്. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖെ. ക്വാർട്ടർ ലൈഫ് എന്ന നോവലിനാണ് ലഭിച്ചത്. 2024 ഫെബ്രുവരി 10 അന്തരിച്ച ലോകപ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമായ മലയാളി A. രാമചന്ദ്രൻ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, എറണാകുളം. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് ലോകത്തിലെ ആദ്യ മരം കൊണ്ടുണ്ടാക്കിയ ഉപഗ്രഹം വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയാണ്. ലിഗ്നോസാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പേടകം മാഗ്നോളിയം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ഫെബ്രുവരി 6. എല്ലാ വർഷവും ഫെബ്രുവരി 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത്. 2024 ഇന്റർനെറ്റ് ദിനപ്രമേയം ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്ന നഗരം ഹൈദരാബാദ്. സലാർ ജംഗ് മ്യൂസിയത്തിൽ ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫി. 2024 ഭാരതരത്ന നേടിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു. ഭാരതരത്ന നേടിയവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭാരതരത്നം എന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ മലയാളി കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഭാരതരത്നം നേടുന്ന 2ാമത്തെ മലയാളിയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം നേടിയ
കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം പാപനാശനം ബീച്ച്, വർക്കല. സഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും പാപനാശനം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീമെട്രിക് സ്കോളർഷിപ്പ് മാർഗദീപം. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. ഇന്ദിരാഗാന്ധിക്കു ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വനിത നിർമ്മല സീതാരാമനാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയം. മുൻ ഹോക്കി മലയാളി താരം PR ശാരദയുടെ ആത്മകഥ ഫോർവേഡ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെന്റ്. Please like and subscribe.